ജോസ് കെ മാണി മാണി സി കാപ്പനും കൂടിയുള്ള മത്സരത്തിൽ ഷോൺ ജോർജ് കൂടി കളത്തിലിറങ്ങിയതോടെ പാല പ്രവചനാതീതമായി. മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും വാശിയുള്ള പ്രചരണ പരിപാടികളാണ് ഓരോ മുന്നണികളും സംഘടിപ്പിക്കുന്നത്. തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭ പിടിച്ചെടുത്തതും പാലയിലെ പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ പാലയിൽ നേടിയ ഭൂരിപക്ഷവും UDFിൻ്റെ ആത്മവിശ്വാസം നൽകുന്നു. തദ്ദേശീയ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ തദ്ദേശീയ സ്ഥാപനങ്ങളിൽ ലഭിച്ച ആകെ വോട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് LDFിൻ്റെ പ്രതീക്ഷയാണ്. പഴയ പൂഞ്ഞാർ മണ്ഡലത്തിലെ ഭാഗങ്ങളും ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം കിട്ടിയ പഞ്ചായത്തുകളും ഉണ്ടെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് NDAയ്ക്കായി ഷോൺ ജോർജിൻ്റെ മത്സരം. മണ്ഡലത്തിലെ പ്രമുഖ സഭയായ കത്തോലിക്ക സഭയുടെ പിന്തുണ ഇപ്രാവശ്യം 3 കൂട്ടരും അവകാശപ്പെടുന്നുണ്ട്. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ അസ്വസ്ഥം തന്നെ നിർണായകമാകുന്ന ഒരു തിരഞ്ഞെടുപ്പ്. മണ്ഡലം നിലനിർത്തുക എന്ന വലിയ ബാധ്യത മാണി സി കാപ്പന് ഊതി വീർപ്പിച്ച ബലൂണല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഷോൺ ജോർജിന്. പാലയുടെ ക്ലൈമാക്സ് എന്താണെന്ന് കാണാൻ കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. വോട്ട് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൂര്യ കോളേജ് ഓഫ് നഴ്സിംഗ്, ബാംഗ്ലൂർ.